നമസ്കാരം. വയനാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. എന്തുമാത്രം ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തും എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. ഇതിപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളല്ലാത്തത് കൊണ്ട് നമ്മളാരും അല്ല അവിടെ ആ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നതും മരണപ്പെട്ടിരിക്കുന്നതും ഉറ്റവർ എല്ലാം പോയവരായിട്ടുള്ളവർ നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവില്ല. വേദന അവരുടെ വേദനയെ നോക്കാമെന്നല്ലാതെ നമുക്കൊരിക്കലും ആ വേദന നമ്മുടേതായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഒരിക്കലും ചിലപ്പോൾ നമുക്കും വരാം. ഇന്ന് നമ്മൾ മിസ്സായി, ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. ഇത്തരം കാര്യം ഇപ്പോൾ ഇവിടെ വന്ന് ഈ നടന്ന ഒരു പ്രശ്നം ഇതിനു മുമ്പ് ഇങ്ങനെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തുണ്ടായി, വയനാട്ടിൽ തന്നെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ മലകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം മഴ വലിയ ഹെവി റെയിൻഫോൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇത്രയും വലിയ സാങ്കേതിക വിദ്യയും കാര്യങ്ങളെല്ലാം വളർന്ന ഈ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു പരിധിയുടെ അപ്പുറം മഴ പെയ്തു കഴിഞ്ഞാൽ, ഒരു പരിധിയുടെ അപ്പുറം ഒരു പ്രദേശത്ത് ഇത്തരം മലമ്പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മുൻകൂട്ടി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഒരു പരിധിയുടെ അപ്പുറം ഒരു സെർട്ടൺ മാർക്കിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു മഴയുടെ പെയ്ത്ത് കൂടുമ്പോൾ അതവിടെ നിന്നുള്ള ആളുകൾ ഇനി വെക്കേറ്റ് ചെയ്യണം, അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം എല്ലാ മലഞ്ചുവടുകളും ഈ ഒരു വിഷയത്തിൽ മഴക്കാലത്ത് ഈ മഴ പെയ്യുമ്പോൾ ആ മലയിൽ വെള്ളം ഇറങ്ങി ഒരു പരിധിയുടെ അപ്പുറം ആണ് നല്ല രീതിയിൽ മഴയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ആവണമെന്നില്ല, ഒരു പരിധി കൂടുതലും പെയ്താൽ തന്നെ അവിടെ വെള്ളം ഇറങ്ങി ആ ഒരു മലയ്ക്ക് അതിൻ്റെ ആ ഒരു നിൽക്കുന്ന അവസ്ഥയ്ക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ഇളക്കം തട്ടാനും പ്രഷർ ഉണ്ടാവാനും അത് സ്ലൈഡ് ആവാനും പൊട്ടി ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പാഠം കണ്ടിട്ട് അത് ഇനിയും ഈ ഒരു ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള മലകളിലെ ചുവട്ടിൽ താമസിക്കുന്ന കേരളത്തിലെ മിക്കവാറും അങ്ങോട്ട് ഇങ്ങ് വരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തും ഇതുണ്ട്. അപ്പോൾ ഈ മലകളുണ്ട്, അതിൻ്റെ എല്ലാ മലകളുടെ ഇടകളിലും അതിൻ്റെ താഴ്വാരങ്ങളിലും എല്ലാം ജനങ്ങൾ വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന ആ അപകടത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രദേശം മുഴുവനാണ്, അല്ലാണ്ട് ഒരു ചെറിയൊരു മലയല്ല പോയെ. മല കാരണം ആ മലയുടെ അവിടെ കറക്റ്റ്, പക്ഷേ ആ വെള്ളം പുഴ ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ആ വഴിക്ക് തന്നെയാണ് ആ നഗരവും ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതും ഡേഞ്ചർ തന്നെയാണ് ഇനി ഇപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും ഇതുപോലെ കണ്ടിന്യൂസ്ലി മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ലൊക്കേഷനുകളിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്കിത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ അവസ്ഥ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വന്നിട്ട് അനുഭവിക്കുന്നത് നല്ലതാണ്, വരുന്നതിന് മുമ്പേ അവിടുന്ന് മാറുന്നത്. പിന്നെ എന്താണ് ഈ ഗവൺമെൻറ്റും ഈ സിസ്റ്റവും ഈ ആളുകളെല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണം നടത്തുന്ന ആളുകൾ ഉണ്ട്. അവർക്ക് ജോലി ചെയ്യുന്ന നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുകയും അവരുടെ മേഖലയിൽ അവർ ആത്മാർത്ഥത കാണിക്കുകയും എല്ലാ വിധത്തിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അവർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ഒരു തരത്തിലും അവർ ചെയ്യുന്ന ജോലിയിൽ പിഴവുണ്ടായതിനു ശേഷം കാരണമോ അല്ലെങ്കിൽ അവരുടെ സാങ്കേതികമായിട്ടുള്ള കുറവുകൾ കാരണമോ ഇത്തരത്തിലൊരു സംവിധാനം അറിയപ്പെടാതെ പോകരുത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയപ്പെടാതെ പോകരുതെന്നുള്ള ഒരു തോട്ട് അവർക്കുണ്ടെങ്കിൽ ഇതും അറിഞ്ഞേനെ. എന്ത് ചെയ്യാനാ, ഇവിടെ ഇങ്ങനെയാണ് ബൈ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഹൈവേ പണിത് വെക്കുന്നത് എല്ലായിടവും നിങ്ങൾ കണ്ടോ, ആ റോഡ് പണിയണം, അവിടെ ഒരു റോഡ് വരണം എന്നല്ലാതെ ആ പണിയുന്നവർക്കോ അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അവിടെ മറ്റൊരു ചിന്തയും തലയിലില്ല. അതവിടെ ഒരു മാന്തി അവിടെ റോഡ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അവിടെ ചെയ്യുന്നതൊക്കെ എന്താ, വലിയ മീറ്റർ കണക്കിന് നീളത്തിൽ പൊക്കത്തിലേക്ക് മാന്തി ഇളക്കി വെച്ചേക്കുക. വെറും പാറയൊന്നുമല്ല, വെറും മണ്ണാണ് ഇങ്ങനെ ഇളക്കി മാന്തി ഒരു സൈഡിൽ ഇങ്ങനെ വെട്ടി മാന്തി റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഗവൺമെൻറ് ചെയ്യുമ്പോൾ അത് കുഴപ്പമൊന്നും അതിനെ വിമർശിക്കാൻ ആരുമില്ല. ഇനി അതുപോലെ തന്നെയുള്ള ചിലപ്പോൾ ഫ്ലാറ്റോ റിസോർട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ റിസോർട്ട് അവരെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്. ഇത് തന്നെ അവരും ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാവരെയും പറയണ്ടേ. പിന്നെ അത് മാത്രമല്ല, ഈ ഇപ്പം വലിയ മലമ്പ്രദേശങ്ങളിൽ ഇത്തരം ഒരു അമിതമായിട്ട് ഒരു പരിധിയിലപ്പുറം മഴ പെയ്യുമ്പോൾ നമുക്കതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. മഴയെ കൺട്രോൾ ചെയ്യാനല്ല, ആ വെള്ളത്തിൻ്റെ ആ മലയിലേക്കുള്ള വെള്ളം ഇറങ്ങുന്നതിൻ്റെ ഒരു പരിധിയിലപ്പുറം ഇറങ്ങുമ്പോൾ അവിടെ മലയുടെ ചുറ്റും ഭാഗങ്ങളിലും ചാലുകൾ നിർമ്മിച്ച് പുഴയിലേക്ക് എല്ലാ വശത്തുനിന്നും ഈ പ്ലാറ്റ്ഫോം പോലെ ആക്കി അവിടെ ചാലുകൾ നിർമ്മിച്ച് നേരത്തെ മുൻകൂട്ടി കണ്ട് എല്ലാ ഇത്തരം മലകളിലും ഇത്തരം ചാലുകൾ നിർമ്മിച്ച് ആ ചാലുകൾ വഴി കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്തിലൂടെ ഒരു പരിധിനപ്പുറം വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റം ഇത്തരം മലകളിലുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇതിലേക്ക് ഇറങ്ങിപ്പോയി ഉരുൾപൊട്ടലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല. ഇത് മഴക്കാലത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മല അവിടെ ജീവിക്കുന്നതല്ല, അവിടെ വർഷത്തിൽ മുഴുവനും ജീവിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരു പരിധിയുടെ അപ്പുറം മഴ പെയ്തു കഴിയുമ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നിയന്ത്രണം, ഈ വെള്ളം നിയന്ത്രിക്കുന്ന കാര്യവും ഈ അവിടെ നിൽക്കുന്ന ആ ഒരു സംവിധാനം
അവിടുത്തെ ആ വെള്ളം ഒഴുകുന്ന അവിടെ താമസിക്കുന്ന സമയം, മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് മാറേണ്ട ഒരു സംവിധാനവും കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ ഈ ദുരന്തം ഉണ്ടായാലും, ഈ ഇടിച്ചിലുണ്ടായാലും, ഈ ഉരുൾപൊട്ടലുണ്ടായാലും അതുമൂലം എത്ര മനുഷ്യരല്ലേ കണക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഗ്രാമം, ഒരു നാട് മുഴുവൻ നശിച്ചുപോയി. അങ്ങനെ ഉണ്ടാവത്തില്ലായിരുന്നു. മരണപ്പെട്ടവർക്കെല്ലാം ആദരാഞ്ജലികൾ. അവരുടെ കുടുംബത്തിന്, അവരെ ജീവിച്ചിരിക്കുന്നവർക്കാണ് അതിലും വിഷമം.